സാലറി ചോദിക്കുമ്പോൾ പിന്നെ തരാം, നാളെ തരാം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നെല്ലാം പറഞ്ഞ് നമ്മളെ നിരന്തരം പറ്റിക്കുന്ന ഏതെങ്കിലും തൊഴിലുടമകളോ കമ്പനികളോ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആദ്യമേ വക്കീൽ മുഖേന നമുക്കൊരു ലീഗൽ നോട്ടീസ് അയക്കുവാൻ സാധിക്കും. അങ്ങനെ ലീഗൽ നോട്ടീസ് അയച്ചിട്ടും പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ല, നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ലേബർ ഓഫീസറിന്റെ അടുത്ത് ഒരു പരാതി കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു എന്ന് തെളിയിക്കുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും അതോടൊപ്പം ബാങ്ക് വഴിയാണ് ശമ്പളം വരുന്നതെങ്കിൽ ആ ഒരു മാസത്തെ ശമ്പളം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റും എല്ലാം വെച്ചിട്ടായിരിക്കണം നമ്മൾ പരാതി കൊടുക്കേണ്ടത്. എന്നിട്ടും തീർപ്പായിട്ടില്ല എങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ സെക്ഷൻ 33C പ്രകാരം ബാക്കി കുടിശ്ശികയുള്ള പൈസ തൊഴിലുടമയിൽ നിന്നും കിട്ടാൻ വേണ്ടി പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പരാതി കൊടുക്കേണ്ടത് ലേബർ കോടതിയിലാണ്. ലേബർ കോടതിയിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ 3 മാസത്തിനുള്ളിൽ ആ പരാതി തീർപ്പാകും. ഇനി അതല്ല എങ്കിൽ ഓർഡർ 37 CPC പ്രകാരം നമുക്ക് സിവിൽ കോടതിയിൽ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാം. ആ സിവിൽ സൂട്ട് ഫയൽ ചെയ്യുമ്പോൾ സിവിൽ കോടതി ആ തൊഴിലുടമയെ 10 ദിവസത്തിനുള്ളിൽ ഹാജരാവാൻ പറഞ്ഞ് വിളിക്കും. ഇനി അവർ 10 ദിവസത്തിനുള്ളിൽ ഹാജരായില്ല എങ്കിൽ കോടതി നമുക്ക് അനുകൂലമായി വിധി പറയും. അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക.